ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കഥയാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥ ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു മോൻ്റെ കഥയാണ്. ആ മോൻ വന്നപ്പം ഒരുപാട് കാര്യങ്ങൾ, അവന് കുറേ മൈഗ്രെയിൻ ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ അവനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ ചോദിച്ചു വന്നപ്പോൾ, എന്തൊക്കെയാണ് നിനക്ക് പ്രശ്നങ്ങൾ, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ, എന്തുകൊണ്ടാണ് അടിക്കടി നിനക്ക് മൈഗ്രെയിൻ വരുന്നത്? മൈഗ്രെയിൻ മാത്രമല്ല, അവന് ഒരുപാട് ടെൻഷൻ കൊണ്ടാണ് അവൻ മെലിഞ്ഞു പോകുന്നു, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, മനപ്രയാസമുണ്ട്, ഡിപ്രഷൻ പോലെ വരുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു വന്നപ്പോഴാണ് ആദ്യം മുതലുള്ള പ്രശ്നങ്ങൾ അവൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ കുഞ്ഞിലേ മുതൽ പഠിക്കാൻ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ പാരൻസ് ആണെങ്കിൽ വളരെ ഒരു ചട്ടക്കൂട്ടിൽ വളർത്തുക എന്ന് പറയില്ല, അതേപോലെ എല്ലാ കാര്യത്തിനും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല, ഫ്രണ്ട്സിന് അധികം ഉണ്ടാക്കാൻ പറ്റില്ല, അവർ പറയുന്ന ഫ്രണ്ട്സിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ പഠിത്തം വളരെ സ്ട്രിക്റ്റ് ആണ്, ഒരു മാർക്ക് കുറഞ്ഞ അടി കിട്ടും, അങ്ങനെ എല്ലാ കാര്യത്തിനും സ്ട്രിക്റ്റ് ആയിട്ട്. നൈബേഴ്സായിട്ട് അധികം കളിക്കാൻ പോകാൻ സമ്മതിക്കില്ല, വീട്ടിലിരിക്കുക, പഠിക്കുക, നല്ല കാര്യങ്ങൾ മാത്രം കാണുക, TV കാണാൻ പാടില്ല, അതേപോലെ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പല 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 രീതിയിലുള്ള ചിട്ടകളാണ് ഈ കുട്ടി കുഞ്ഞിലേ മുതൽ പാലിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവന് ഒരു വല്ലാത്തൊരു സ്ട്രെസ്സിലൂടെയാണ് ചെറുപ്പം മുതലേ ഈ കുട്ടി കടന്നു പോരുന്നത്. എന്നാൽ പാരൻസിൻ്റെ അഭിപ്രായത്തിൽ, പാരൻസിനെ മാത്രം വിളിച്ചിരുത്തി ചോദിച്ചപ്പോൾ പാരൻസ് പറഞ്ഞത് വളരെ നല്ല മോനായിരുന്നു, എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് ചെയ്യുമായിരുന്നു, ഇപ്പം അവനെ കൊണ്ട് ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ, അതായത് എൻജിനീയറിങ് കയറിയതിന് ശേഷം മാർക്കുകൾ ഡൗൺ ആവുന്നു, പ്രശ്നങ്ങളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നു, മെലിഞ്ഞു പോകുന്നു, ക്ഷീണം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തോ കോളേജിൽ വന്നിട്ടാണ് ഇവന് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതാണ് എന്നാണ് പാരൻസിൻ്റെ ഭാഗം. പാരൻസിനെ മാത്രം വിളിച്ചിരുത്തി ചോദിക്കുമ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ആ മോനോട് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയി ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇത്രയും സ്ട്രിക്റ്റായിട്ട് വളർന്ന മോനെ ഫോൺ പോലും കൊടുക്കാത്ത കുട്ടിക്ക് കൊറോണ കാലമായപ്പോൾ നിർബന്ധിതമായി അവർ ഫോൺ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വന്നു. എന്തായാലും ഓൺലൈനാണ് എല്ലാ ടീച്ചിങ്സും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനായിട്ട് പഠിക്കാൻ വേണ്ടി അവന് ഫോൺ വാങ്ങിക്കൊടുത്തു. അതിൽ നിന്നും അവൻ വേറെ അവർക്ക് ബാക്കി പാരൻസിനും അത്ര അജ്ഞമായ, അതായത് അവർക്ക് അറിയത്തില്ല, കൂടുതലും ഈ കുട്ടിക്ക് ഇതൊന്നും പാടില്ല എന്നുള്ള കാരണത്താൽ അവരും അതൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടി മാത്രം ഈ ഫോൺ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ അതിൽ അവൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അങ്ങനെ അവൻ ആ സമയം മുതലേ അവൻ്റെ ഫ്രീഡം മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് അപ്പോൾ അവന് കിട്ടിയ സ്വാതന്ത്ര്യം അവൻ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാണ്ടായിപ്പോയി. ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിരുന്നതാണ്, പക്ഷെ ഈ ഒരു കാര്യത്തിൽ പാരൻസിന് അധികം അറിവില്ലാത്ത കാരണം കൊണ്ട് അവൻ അതുപോലെ തന്നെ മിസ്യൂസ് ചെയ്തു. അവിടുന്ന് തുടങ്ങി തെറ്റിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് +1 +2 കഴിഞ്ഞിട്ട്, അപ്പോഴും പഠിത്തം അത്രയും പുറകോട്ട് വന്നില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ അത് കഴിഞ്ഞ് ഈ എൻജിനീയറിംഗ് കോളേജിലും കൂടി പോയപ്പോൾ അവിടെ തീരെ, ഹോസ്റ്റലും കൂടിയാണല്ലോ, തീരെ ഇവരുടെ കൺട്രോളിൽ നിന്ന് പോയി. പാരൻസിൻ്റെ യാതൊരു കൺട്രോളും ഈ കുട്ടിയിലില്ല. അങ്ങനെ വന്നു. പിന്നെ മാത്രമല്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് ആദ്യം മുതലേ തന്നെ പതുക്കെ പതുക്കെ നുണ പറയാനുള്ള ഒരു ടെൻഡൻസി വന്നു. കാരണം വീട്ടിൽ വന്ന് പറഞ്ഞാൽ പാരൻസ് ഒന്നില്ലെങ്കിൽ നമ്മളെ ആ കൊച്ചിനെ അടിക്കും, അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറും. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി പതുക്കെ പതുക്കെ ആള് നുണ പറയാൻ തുടങ്ങി. അങ്ങനെ പോയി 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 പല രീതിയിലും എന്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വിപണിയിൽ കിട്ടുമോ അത്രയും അവസ്ഥയിലോട്ട് ഈ കുട്ടി മാറിപ്പോവാണ്. ഡ്രഗ്സ്, അത് ഇത്, സ്മോക്കിംഗ്, ആൽക്കഹോൾ. പക്ഷെ ഇതൊന്നും ഇവരുടെ പാരൻസ് അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ ഞെട്ടലോടെ നമ്മളിത് കേൾക്കുവാണ്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ കുട്ടിയുടെ എന്നുള്ളത്. കാരണം ഇത്രയും ബ്രില്യൻ്റ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യ കാലങ്ങളിൽ നല്ല പോലെ പഠിച്ചിരുന്ന കുട്ടിയാണ്, നല്ല പോലെ പഠിച്ചിരുന്നു, നല്ല റിസൾട്ട് ഉണ്ട്. ഈവൻ ടെൻത്തിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, +2നും അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടിയാണ്. ഈ ഒരു അവസ്ഥയിലോട്ട്, കാരണം അപ്പോഴും നമുക്ക് വീട്ടിലാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു പരിധി വരെ പാരൻസിൻ്റെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർക്ക് ഒരുപാട് അങ്ങ് ഫ്രീഡം കിട്ടിയതോടുകൂടി കുട്ടി ഈ ഒരു അവസ്ഥയിലോട്ട് മാറിപ്പോവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഇതിപ്പോൾ ഒരു പേഷ്യൻ്റ്, പക്ഷെ പല പേഷ്യൻസും പല രീതിയിൽ ഇതുപോലെ തന്നെ ആവണമെന്നില്ല,
പല രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൊച്ചിന് ഭയങ്കരമായിട്ടുള്ള മൈഗ്രെയിനും നല്ല സ്ട്രെസ് ഈ കുട്ടിയിലൂടെ പോകുന്നുണ്ട്. അതുപോലെ മാത്രമല്ല മെലിഞ്ഞു പോകുന്നു, ചെറിയ രീതിയിൽ ഡിപ്രഷൻ ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല, വല്ലാത്തൊരവസ്ഥയിലോട്ട്. പിന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, ആൽക്കഹോൾ, സ്മോക്കിംഗ് ഒക്കെ തുടങ്ങിയ ജനറലി കുട്ടികൾ മെലിഞ്ഞു പോകും, പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല, എപ്പോഴും കിടക്കണം, ഉറങ്ങണം. ഇതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അവനത് വിട്ട് പോരണമെന്നുണ്ട്, പക്ഷെ അവന് തിരിച്ചു പോരാൻ പറ്റുന്നുമില്ല. അപ്പൊ എന്താണ് നന്നായിട്ട് നോക്കിയതാണ് ഈ കൊച്ചിനെ, നല്ല രീതിയിൽ പഠിപ്പിച്ചതാണ്, നല്ല രീതിയിൽ എല്ലാ കാര്യം. പക്ഷെ എന്ത് പറ്റി, നമ്മൾ പാരന്റിങ്ങിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണിത് എന്നാണ് എനിക്ക് ഇതൊന്ന് മനസ്സിലാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ ടോക്സിക് പാരന്റിങ് എന്നുള്ള രീതിയിലേക്ക് ഈ പാരൻസ് കടന്നുപോയി. കാരണം ഒട്ടും മൊബൈൽ ഉപയോഗമോ ടിവിയോ സോഷ്യൽ മീഡിയാസേ ഈ കുട്ടി ഉപയോഗിക്കാതെ വിട്ടുപോയി. അത് അവരും ഉപയോഗിച്ചില്ല, കുട്ടിയും അധികം ഉപയോഗിച്ചില്ല. ഒട്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു ഫ്രീഡം അവൻ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. അതൊരു കാര്യം. രണ്ടാമത് ഇതൊന്ന് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പല തെറ്റുകൾ പറ്റും അല്ലേ, കുട്ടികൾ തെറ്റ് പറ്റില്ല എന്ന് നമുക്ക് പറയാനില്ല. എന്ത് തെറ്റാണെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ അത് അടുത്ത ദിവസം അല്ലെങ്കിൽ ഇനിയൊരു കാലത്ത് അത് ചെയ്യാതിരിക്കാനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ വരുമ്പോൾ തന്നെ ടെൻഷനായി അടിച്ചു വലിയ പ്രശ്നമായി അങ്ങനെ ഒരവസ്ഥയിലോട്ട് പോകുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, ഇത് മറച്ചു വെക്കുകയേ ചെയ്യത്തുള്ളൂ. എന്താണോ ഉണ്ടായത് അത് അവൻ മറച്ചു വെക്കും. ഇനിയൊരു പ്രാവശ്യം അവൻ്റെ അറിയാതെ പറ്റിയാൽ പോലും അവനത് പറയത്തില്ല, പാരൻസിനോട് പ്രത്യേകിച്ച് പറയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ, കൂട്ടുകാരും കുറവാണ് ഈ കുട്ടിയുടെ കേസിൽ, പക്ഷെ എങ്കിലും കൂട്ടുകാരോട് ചോദിക്കുമ്പോൾ അത് ചിലപ്പോൾ തെറ്റായ ഐഡിയാസ് ഈ കുട്ടിയിലോട്ട് തരികയും ചെയ്യും. അതൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ പാരന്റിങ്ങിൽ ഏറ്റവും പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവന് ഒരു രീതിയിലും ഈ മോനെ ഒരു രീതിയിലും സ്വാതന്ത്ര്യം കൊടുക്കാതെയാണ് അവിടെ വളർത്തിയിരിക്കുന്നത്. നൈബേഴ്സിൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കുന്നില്ല, ഫ്രണ്ട്സ് അധികം ഉണ്ടാവാൻ സമ്മതിക്കുന്നില്ല. കാരണം പഠിത്തം പോകും എന്നുള്ളതാണ് ശരിയാണ്, നല്ല കാര്യമാണ് പാരൻസ് പറഞ്ഞ പഠിത്തം പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും അവന് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. എല്ലാ കാര്യവും എന്ത് സ്കൂളിലത്തെ മാറ്റേഴ്സ് ആണെങ്കിലും അതേപോലെ തന്നെ നൈബേഴ്സ് ആണെങ്കിലും എല്ലാവരോടും നന്നായിട്ട് ബിഹേവ് ചെയ്യാനും അതേപോലെ തന്നെ അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അവന് അവൻ്റെതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ, ആ രീതിയിൽ അവൻ വളരാൻ അവര് സമ്മതിച്ചില്ലായിരുന്നു. എപ്പോഴും പഠിത്തം എന്നുള്ളൊരു ഇതും പിന്നെ മറ്റുള്ള കൂട്ടുകെട്ട് അവനെ നശിപ്പിക്കും എന്നുള്ള ഒരു പേടിയായിരിക്കാം മേ ബി. പക്ഷെ എന്തായാലും അവർ കൂട്ടുകെട്ടിനൊന്നും സമ്മതിച്ചില്ലായിരുന്നു. അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ വളർത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും, മെയിനായിട്ട് അവരോട് ഒരു വെറുപ്പ്, പാരൻസിനോട് വെറുപ്പ്, അവൻ തുറന്നു പറയാൻ മടി കാണിക്കും, വെറുപ്പുണ്ടാവും. അതേപോലെ തന്നെ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ പിന്നീട് ഒരു സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവരത് ഒത്തിരി അങ്ങോട്ട് മിസ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു വലിയ പ്രശ്നമാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരന്റിങ് നമ്മൾ എത്ര നന്നായി ചെയ്താലും ഇങ്ങനെ ഒരു അവസ്ഥ വരാം അല്ലേ. നമ്മൾ ഒത്തിരി നിർബന്ധിതമായിട്ട് പിള്ളേരെ ഒന്നും ചെയ്യിപ്പിക്കാനോ അവരുടെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക, അവർക്കൊരു സ്പേസ് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിലെ നമ്മളെങ്ങനെയാ കൈ പിടിച്ചാണ് നടത്തിക്കുന്നത് അല്ലേ. പക്ഷെ പിന്നീട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യം വന്നാൽ, അതായത് അവർ തന്നെ ചെയ്തോളും, എന്തെങ്കിലും ആവശ്യം വന്നാൽ നമ്മുടെ കൈ പിടിക്കും, അമ്മേ എനിക്ക് ഈ ഹെൽപ്പ് വേണം, അപ്പം നമ്മൾ കൈ പിടിച്ചു കൊടുക്കുക. പിന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനൊരു എക്സാമ്പിൾ ഇതാണ്. ഒരു കുട്ടി വന്ന് പറയാണ് എനിക്ക് ഈ കുട്ടിയോട് പ്രണയം തോന്നുന്നു, സ്നേഹം തോന്നുന്നു. അപ്പോൾ അങ്ങനെ തോന്നി തന്നെ ഇരിക്കട്ടെ, എന്ത് ചെയ്യും, പെട്ടെന്ന് നമ്മൾ സ്ട്രെസ്ഡ് ആവും, ദേഷ്യപ്പെടും, ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളും പിന്നീട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തെങ്കിലും കാര്യത്തിന് അപ്പോൾ ഒരു വിശ്വാസമില്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നാം, നമ്മുടെ ഹോർമോണൽ ചേഞ്ചസും പിന്നെ നമ്മൾ പ്യൂബേർട്ടി എത്തുമ്പോൾ പ്യൂബേർട്ടി ആവുമ്പോൾ ശാരീരികമായും മാനസികമായും ഒത്തിരി ചേഞ്ചസും നമുക്ക് ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തോന്നൽ വന്നേക്കുന്നത്. ഇത് പ്രണയമല്ല, ഇത് വെറും ഇൻഫാക്ച്വേഷനാണ്, ഒരു അട്രാക്ഷനാണ്. അത് കുറച്ച് കഴിയുമ്പോൾ മാറി വരാം. അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രായത്തിൽ നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ഭാവി കറക്റ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഭാവിയിൽ നമുക്ക് യാതൊരു രീതിയിൽ ജോലിയോ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാറ്റസോ ഇല്ലെങ്കിൽ ഈ പറയുന്ന പെൺകുട്ടിക്ക് പോലും നിന്നെ വേണ്ടാതെയോ. അപ്പം ആ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാതെ, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും വേറെ വ്യത്യാസമൊന്നുമില്ല, തിരിച്ചും അത് തന്നെ.
നമുക്കൊരു വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാവണം. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിനക്ക് എന്ത് വേണമെങ്കിൽ അപ്പൊ നിനക്കൊരു നല്ല പങ്കാളിയായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. നമ്മൾ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കാം ഈ ഒരു പ്രായത്തിൽ. ആ സമയത്ത് പഠിക്കുകയും സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ നല്ല രീതിയിൽ പോകാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുകയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വേണ്ടത്. അല്ലാതെ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ടായി, പ്രശ്നങ്ങളായി, കുട്ടിയെ പിടിച്ചിട്ടു, വീട്ടിൽ നിന്ന് പുറത്ത് വിടാതെ ഇട്ടു, അതൊക്കെ വരുന്നതാണ്. കുറേ കേസസ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇതിനൊരു പരിഹാരമല്ല. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാരൻസിൽ കുട്ടികളിലും കുട്ടിക്ക് പാരൻസിലും ഒരു വിശ്വാസം വേണം. ആ ട്രസ്റ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. തിരിച്ചും മറിച്ചും വേണം. ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളുടെയും പാരൻസ് എപ്പോഴും വിളിച്ചു ചോദിക്കും, എവിടെ എത്തി എവിടെ എത്തി എവിടെ എത്തി. അപ്പോൾ എന്താണ്, നമുക്ക് കുട്ടികളിൽ വിശ്വാസമില്ല. അതേപോലെ തിരിച്ച് കുട്ടികൾക്ക് പാരൻസിൻ്റെ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ കുട്ടികൾക്ക് യാതൊരു വിശ്വാസവും. എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ പറയുന്നത് ഇതാണ്, തന്നെ എടുത്തി ചോദിക്കുമ്പോൾ പാരൻസിനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് വലിയ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല, ഈ ഒരു കാര്യം അപ്പം തന്നെ നോ പറഞ്ഞേക്കും. അത് ഏത് കാര്യമാവട്ടെ, ഏത് കാര്യം, ഇവൻ പറയുന്ന അല്ലെങ്കിൽ ഈ കുട്ടി പറയുന്ന എല്ലാ കാര്യവും നോ ആണ് പറയുന്നത് ചില പാരൻസ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോവാതെ നല്ല രീതിയിൽ നമ്മുടെ പിള്ളേരെ സോഷ്യലൈസ് ചെയ്യാൻ സമ്മതിക്കുക. എല്ലാവരുമായിട്ട് ഇടപഴകട്ടെ. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും പഠിത്തവും വേണം, നമുക്ക് എന്തെല്ലാം വേണം എല്ലാം വേണം അല്ലേ. നമുക്ക് ബിഹേവിയർ നന്നാവണം, പഠിത്തം നന്നാവണം, നമ്മുടെ എല്ലാ രീതിയിലും ആ കുട്ടിക്ക് ഒരു വളർച്ച ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അവരുടെ വളർച്ചയെ തടയാതെ നമ്മൾ മുന്നോട്ട് പോകാം. നല്ലൊരു പാരന്റിങ് എല്ലാവർക്കും ചെയ്യാൻ കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.